കൃഷ്ണമോള് രക്ഷപ്പെട്ട ആ ജീവനും കൂടി എടുക്കാനാണോ? എന്തൊക്കെയോടോ താനീ പറയുന്നേ? അവളുടെ ജീവൻ ഞാനെന്തിനാ എടുക്കുന്നേ? അതിനൊക്കെയുള്ള വൈരാഗ്യം നിങ്ങൾ തമ്മിലുണ്ടല്ലോ. എന്റെ വൈരാഗ്യം എത്രയാണെന്ന് താൻ എന്നോട് തീരുമാനിക്കുന്നേ. നിർത്തടി. നിങ്ങൾ എന്നോട് സംസാരിക്കാൻ നിൽക്കണ്ട, ഞാൻ അനുവദിക്കില്ല. ഇല്ല ഡോക്ടർ. സിത്താരെ പോയിട്ട് വരൂ. ദുബായ് മാമ, അവൾക്ക് എങ്ങനെയുണ്ട്? എന്താ ഒന്നും പറയാത്തത്? ഐസിയില്ല മോളെ, കുറച്ച് സീരിയസാ. ദുബായ് മോഹൻ കണ്ടോ? ഇല്ല, ഇവിടെയുള്ളവരുടെ കണ്ണിൽ ഐസു കിടക്കുന്നത് ഗാഥയാ, കൃഷ്ണയല്ല. അവരെല്ലാരും അവിടെയുണ്ട്. കയറി കാണാൻ ആർക്കെങ്കിലും അവസരം കിട്ടിയാലും അത് അവർക്കല്ലേ പറ്റൂ. അല്ല, അപ്പൊ അമ്മയോട് ഇതെങ്ങനെ പറയും? ഞാനും ഒരുപാട് ആലോചിച്ചു. എനിക്ക് മനസ്സിലൊരു മാർഗവും തോന്നിയില്ല. തൽക്കാലം നമുക്ക് കാത്തു നിൽക്കാം മോളെ. ആദ്യം അവൾക്കൊന്നും ഇല്ല എന്നുള്ളൊരു വാർത്തയെങ്കിലും വരട്ടെ. മോളിക്കുട്ടിയെ, എന്താ ചേച്ചി? അല്ല മോളെ, ആ കൃഷ്ണയ്ക്ക് വല്ല അപകടം പറ്റിയോ? നമ്മുടെ പുഴിയോരം വീട്ടിലെ അനിയൻ സാറിന്റെ മോള് കൃഷ്ണ. കൃഷ്ണയ്ക്ക് പ്രശ്നമൊന്നുമില്ല. ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നപ്പോ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. കൃഷ്ണയുടെ മുഖം ഞാൻ നല്ല വ്യക്തമായിട്ട് കണ്ടതല്ലേ. ഇതെന്തിനാ നിങ്ങളിങ്ങനെ ഒളിച്ചും മറച്ചും പിടിക്കുന്നത്? ചേച്ചി, ഒളിച്ചതും മറിച്ചതൊന്നും അല്ല. കൃഷ്ണയ്ക്കൊരു ആക്സിഡന്റ് പറ്റി. അവക്കിപ്പോ കുറച്ച് പ്രശ്നമുണ്ട്. അല്ല, അതവളുടെ അമ്മ അറിഞ്ഞാലുള്ള പ്രശ്നത്തെക്കുറിച്ച് ആലോചിച്ചിട്ടാ ഞങ്ങളൊന്നും വിട്ടു പറയാത്ത. ആ,
ഓ അതാണ് ആ കാര്യം. എന്നാ പിന്നെ ആരോടും പറയണ്ട ഒറ്റ. അല്ലെങ്കിൽ തന്നെ പറഞ്ഞിട്ടെന്താ കാര്യം? ഷോ ആ ചോരയെ കുളിച്ചു കിടക്കണ കിടപ്പ് കണ്ടിട്ടേ. നിങ്ങളിത് നാട്ടിൽ ചെല്ലുമ്പോ ആരോടും പറയണ്ട കേട്ടോ. ആര് പറയണ്? അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ പറയട്ടെ എന്താ കാര്യം? നിങ്ങൾക്ക് എന്തായാലും ഇനി ഇവിടുന്ന് മാറാൻ പറ്റില്ലല്ലോ. അല്ല വേറെയും കുറെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അല്ല വല്ല പരിചയക്കാരും ബന്ധുക്കളൊക്കെയാണോ? ആ അത് തങ്കം മുമ്പുണ്ടായിരുന്ന സ്ഥലത്തെ ആളുകളാ. ഓ എന്നാ നിങ്ങൾ പൊയ്ക്കോ. അല്ലെങ്കിൽ എനിക്ക് പോകാനുള്ള സമയായി. ആ എന്നാ വരട്ടെ. ആ വാക്ക് പറഞ്ഞതുകൊണ്ട് ചിലപ്പോ ആരോടും പറയില്ലെന്ന് കരുതാം അല്ലേ? അങ്ങനെ വിശ്വസിക്കൊന്നും വേണ്ട മോളെ. ആരെങ്കിലും നാലാൾ കൂടി നിൽക്കുന്ന സ്ഥലത്ത് ഇവരെ പോലുള്ളവർക്ക് കൊള്ളാവുന്ന ഒരു വിഷയം വേണം. ഇനിയിപ്പോ എളുപ്പമല്ലേ? എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. കൃഷ്ണമോളുടെ ഈ കിടപ്പിന് മേലെ വരില്ലല്ലോ മറ്റൊന്നും. എന്തിനാണ് പതുങ്ങി നിൽക്കുന്നേ? കൃഷ്ണമോള് രക്ഷപ്പെട്ട ആ ജീവനും കൂടി എടുക്കാനാണോ? എന്തൊക്കെയാണോ താനീ പറയുന്നേ? അവളുടെ ജീവൻ ഞാനെന്തിനാ എടുക്കുന്നേ? അതിനൊക്കെയുള്ള വൈരാഗ്യം നിങ്ങൾ തമ്മിൽ ഉണ്ടല്ലോ. എന്റെ വൈരാഗ്യം എത്രയാണെന്ന് താനാണോട് തീരുമാനിക്കുന്നേ? നിർത്തടി.